താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി എന്താണ് താങ്കൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ചെറുപ്പക്കാർക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ചെറുപ്പക്കാരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അവരുടെ ലൈഫ് സെക്യൂരിറ്റിയാണ്, അതിന് വേണ്ടുന്നത് തൊഴിലവസരങ്ങളാണ്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് സജിനെടുത്ത നിലപാടിനെതിരെ വന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതിനെങ്ങനെയാണ് സജിൻ നേരിട്ടത്? ഒരാൾ പലതും ഉപേക്ഷിച്ച് വന്നു എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ ഒരു തെളിവായിട്ടുണ്ട്. സിവിൽ സർവീസ് രാജിവെച്ച് ഞാൻ വന്നത് ഏതെങ്കിലും അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ കയറാനല്ല. 2016 ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമായി CPM ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം പോലും ഇടതിനോട് ചേർന്ന് നിൽക്കുക എന്ന് അന്നേ എടുത്ത്. ശ്രീ കൃഷ്ണകുമാർ ഈ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളാണ്. മാത്രമല്ല പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. അത് എത്രത്തോളം വോട്ട് NDAക്ക് നേടിത്തരും? NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ 2014 വന്നു. 15 പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭരണം വരുന്നു. 221 കോടി രൂപയുടെ അമൃത് പദ്ധതി 1.0 പാലക്കാടിന് ലഭിച്ചു. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, പാലക്കാട് നഗരത്തിൽ കുടിവെള്ള പ്രശ്നമില്ല. പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്ക് ഇന്ന് സുഭിക്ഷമായി കുടിവെള്ളം ലഭിക്കുന്നു. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 2200-ലധികം ആളുകൾക്ക് ഞങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് വീട് നൽകാൻ കഴിഞ്ഞു. ആരാണ് വിജയിക്കുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നല്ലൊരു മത്സരം 3 പേരും കാഴ്ചവെക്കുവാനാണ് എൻ്റെ ഒരു അഭിപ്രായം. ജ്യോതിഷ്, എന്ത് തോന്നുന്നു നമ്മുടെ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി? ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് പാലക്കാടിനായിരുന്നു ഏറ്റവും വലിയ ചൂട്. പക്ഷെ ഇപ്പം ഇലക്ഷന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴത്തേന് പാലക്കാട്ടെ ഇലക്ഷനാണ് ഏറ്റവും വലിയ ചൂട്. അതുകൊണ്ട് നമുക്കിപ്പോൾ 3 പേരും തുടക്കത്തിൽ പോലെയല്ല, ഇപ്പോൾ അവസാനം എത്തിയപ്പോഴത്തേന് 3 പേരും കട്ടയ്ക്കാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു. പാലക്കാട് നിന്നും ക്യാമറാമാൻ അശ്വിനൊപ്പം റിപ്പോർട്ടർ ആഷ്യ റോസ്, ഗൗതമസ്, ജ്യോതിഷ് ജനാർദ്ദനൻ, മാതൃഭൂമി മീഡിയ സ്കൂൾ.